ദ ബിഗർ ദ തിഫ് ദ ബിഗർ ദ റിവാർഡ് ബി ജെ പി ഗീവ്സ് എന്ന് വെച്ചാൽ വലിയ കള്ളത്തരത്തിന് വലിയ പാരിതോഷികം ബി ജെ പി നൽകുന്നു എന്ന് ഇത് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ആരാന്നറിയോ? കോൺഗ്രസ് നേതാവും എം പിയുമായിട്ടുള്ള രാഹുൽ ഗാന്ധി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെയും മമതയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി അധികാരം പിടിച്ചത്. വലിയ വോട്ടി ചോറി അവിടെയും നടന്നു എന്നാണ്, അതായത് വോട്ട് കള്ളത്തരം അവിടെയും നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. എന്നാൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മനോജ് കുമാർ അഗർവാളിനെ ബി ജെ പിയുടെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറിയായി നിയോഗിച്ചത്. ആ വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമത്തിൽ ഇങ്ങനെ കുറിച്ചത്. വലിയ കള്ളത്തരത്തിന് വലിയ പാരിതോഷികമാണ് ബി ജെ പി നൽകുന്നത് എന്ന്. പച്ചക്ക് പറഞ്ഞാൽ ബംഗാൾ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അനുകൂലമായി അട്ടിമറിച്ച തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനുള്ള ബി ജെ പിയുടെ പാരിതോഷികമാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി സ്ഥാനമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ പറഞ്ഞതാണ് ഇപ്പോൾ വി ഡി സതീഷിന്റെ മണ്ടയ്ക്ക് കൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ പോലെ തന്നെ കേരളത്തിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന രത്തൻ കേൽക്കറിനെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. നേരത്തെ സംഘപരിവാർ വിധേയത്വം ആരോപിക്കപ്പെട്ടിരുന്ന ആളാണ് ഈ രത്തൻ കേൽക്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കത്തിൽ ബി ജെ പിയുടെ സീല് വന്നത് വിവാദമായതും അതൊരു കയ്യബദ്ധം എന്ന രീതിയിൽ ന്യായീകരിച്ചതും ഈ മുതലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ ബി ജെ പിയുടെ സീൽ എങ്ങനെ വന്നു എന്ന് മാത്രം ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല, ആരോട്ട് പറഞ്ഞിട്ടില്ല. ആ മഹാനാണ് RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ 90 ഡിഗ്രി കുനിഞ്ഞു നിന്ന് തിരികൊളുത്തിയ നമ്മുടെ പുതിയ പൂക്കി മുഖ്യമന്ത്രി തന്റെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. ബംഗാളിൽ നടന്നതിന്റെ തനി ആവർത്തനം, ഒരു വ്യത്യാസം മാത്രം. അവിടുത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗികമായും അല്ലാതെയും ബി ജെ പി ആണ്. എന്നാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഔദ്യോഗികമായി ബി ജെ പി അല്ല. ഇനി മൂപ്പർ അനൗദ്യോഗികമായി എന്താണ് എന്ന് വിശദീകരിക്കേണ്ടത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെയാണ്. ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറിയായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മനോജ് കുമാർ അഗർവാളിനെ നിയമിച്ചപ്പോൾ പറഞ്ഞ അതേ അഭിപ്രായം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ പറയാത്തത്? UDF-കാരും മറുപടി പറയണം. കേരളത്തിൽ ഈ സ്ഥാനം അയാൾക്ക് നൽകിയത് ആർക്കുള്ള സമ്മാനമാണ്? എന്തിനായിരിക്കും ഇത്രയും സംഘപരിവാർ വിധേയത്വം കാണിച്ച ഒരാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്? സ്വാഭാവികമായും കേരളത്തിലെ പൊളിറ്റിക്സിന് ഒട്ടും പരിചയമില്ലാത്ത പ്രവണതകളുണ്ടായ തെരഞ്ഞെടുപ്പായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഞെട്ടിയ തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരിനെ നയിച്ച മുന്നണിയെ വെറും 35 സീറ്റിലേക്ക് ജനങ്ങൾ എത്തിച്ചു. ഞങ്ങൾ ഭരണം പിടിക്കും എന്ന ഒരു സാമാന്യമായ ആത്മവിശ്വാസം മാത്രമാണ് ഒട്ടുമിക്ക UDF നേതാക്കളും പങ്കുവച്ചത്. എന്നാൽ 100 സീറ്റിലധികം നേടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞത് സതീശൻ മാത്രമായിരുന്നു. 1 ഡസനിലേറെ മന്ത്രിമാർ തോൽക്കുമെന്നും പ്രവചിച്ചു സതീശൻ. 5 ജില്ലകളിൽ ക്ലീൻ വൈപ്പ് ഔട്ട്, അതായത് LDF-നെ തുടച്ചു നീക്കും എന്നും ആവർത്തിച്ചു പറഞ്ഞു വി ഡി സതീശൻ. അതേപോലെ തന്നെ ധർമ്മടത്ത് പിണറായിയുടെ ഭൂരിപക്ഷം കുറയും എന്നല്ല സതീശന്റെ അനുയായി ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ആദ്യ റൗണ്ടുകളിൽ പിണറായി വിജയൻ പിന്നിട്ട് നിൽക്കുമെന്നാണ് കൃത്യമായി പ്രവചിച്ചത്. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചതാണെങ്കിൽ യാദൃശികമാണെന്ന് പറയാമായിരുന്നു. എന്നാൽ പറഞ്ഞതെല്ലാം സംഭവിക്കുമ്പോൾ അതങ്ങനെ യാദൃശികമെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ആ സംശയത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സതീശന്റെ ആ കള്ളിക്കുപ്പായമിട്ടുള്ള മംഗലാപുരം യാത്ര. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പോയിട്ടും അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ആരെയും കാണാതെ തിരിച്ചു പോന്ന സതീശൻ ആകെ സന്ദർശിച്ചത് 2 പേരെയാണ്. ഒരാൾ BJP മുന്നണിയിലെ നേതാവായിരുന്നെങ്കിൽ മറ്റൊന്ന് അദാനിയുടെ പ്രതിനിധിയെ. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. വിഴിഞ്ഞം പോർട്ട് കൈകാര്യം ചെയ്യുന്നത് അദാനിയാണെന്നും സതീശൻ തുറമുഖ വകുപ്പ് മന്ത്രിയാണെന്നും കൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല, നാളിതുവരെ അള്ളാഹുവിന്റെ നാമത്തിൽ മാത്രം സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാരും MLA-മാരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJP-ക്ക് 3 സീറ്റ് കിട്ടിയതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ KC വേണുഗോപാൽ അത് ഞങ്ങൾ അത്ര ഗൗരവമായി കാണുന്നില്ല എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നു. BJP MLA-മാർ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു വന്നവരല്ലേ, അതിൽ കുഴപ്പമില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു. ഇതെല്ലാം യാദൃശികമാണോ? ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ ഇനിയും സതീശന്റെ പൂക്കിച്ചിരിയും നോക്കി പുളകം കൊണ്ടിരുന്നോളും. ഈ പറഞ്ഞതൊക്കെ ഇവിടെ നടന്നതാണ്. ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല, യാദൃശികം മാത്രം എന്നാണെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. ഇല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുശീലിച്ച കച്ചവട യുക്തിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ കളിക്ക് ഇവിടെ തുടക്കമിട്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ സതീഷിന്റെ പൂക്കിച്ചിരിയിൽ മയങ്ങുന്ന കേരളത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും. വലിയ വില. ജാഗ്രതയിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.